Dharma implementation happens as karma through active organs. വ്യവസ്ഥാതലങ്ങൾക്ക് ഒരു ധർമ്മവും അത് നടപ്പിലാക്കാനുള്ള ഒരു ആസൂത്രണ നിർവഹണ സംവിധാനവും ഉണ്ടായിരിക്കും. ഈ ആസൂത്രണ നിർവഹണം അഥവാ കർമ്മം ശരീര അംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് ആദ്യം മൂകമായിരുന്നു, തുടർന്ന് പരിസരത്തോട് അഭിമുഖമായിരുന്നു, ശേഷം സഹകരിച്ചു, പിന്നീട് പാരസ്പര്യത്തിലായും ഒടുവിൽ പരിസരത്തിന് ഭൗതിക മാറ്റം വരുത്തിയുമാണ് നടപ്പിലാക്കുന്നത്. ധർമ്മനിർവഹണ ശേഷം പരിസര ബാന്ധവം ഉണ്ടാകാത്ത അംഗങ്ങൾ പൂർവ്വസ്ഥിതിയിലാക്കപ്പെടുന്നു. എന്നാൽ പരിസര ബാന്ധവം വന്നവ പുതിയ ധർമ്മങ്ങളെ നടപ്പിലാക്കാനായി കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ഈ ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. മനസ്സിനെ കുറിച്ച് പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ പറഞ്ഞു തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ. പലതവണ മനസ്സിനെ കുറിച്ച് നമ്മൾ പല രൂപത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് ഓരോ ചെറിയ ഇടങ്ങളെയാണ് നമ്മൾ ഓരോ സുഭാഷിതത്തിലും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അതിലെ ഒരു ഭാഗം ഇതാണ്: ധർമ്മം പാലിക്കപ്പെടുന്നത്, ധർമ്മത്തിന്റെ പാലനം, ധർമ്മ ഇംപ്ലിമെന്റേഷൻ ഹാപ്പൻസ് ആസ് കർമ്മ. ധർമ്മം നടപ്പിലാക്കുന്നത് കർമ്മ രൂപത്തിലാണ്, കർമ്മങ്ങളിലൂടെ. കർമ്മം എന്ന് വെച്ചാൽ ഒരു പ്രവർത്തനത്തിന്റെ രൂപത്തിലാണ് അത് ചെയ്യുന്നത്. അത് ആക്റ്റീവ് ഓർഗൻസ് അല്ലെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ വഴിയാണ് നടപ്പിലാക്കുക. ഞാൻ ഈ പറയുന്നത് സത്തയുടെ തലത്തിൽ നിന്ന് പറയുന്നു എന്നതാണെങ്കിൽ പോലും നിങ്ങൾ ഏത് വ്യവസ്ഥാ തലത്തെ എടുക്കുന്നുവോ അവിടെ വെച്ച് കണക്കാക്കണം. ഇപ്പോ എന്നെ വെച്ച് കണക്കാക്കുമ്പോൾ എന്റെ കർമ്മേന്ദ്രിയം എന്ന് പറയുമ്പോൾ എന്റെ കയ്യെ കാലൊക്കെ വരും. എന്റെ ഹൃദയത്തെ കണക്കാക്കുന്ന ഹൃദയത്തിന്റെ കർമ്മേന്ദ്രിയം എന്താ? അത് ആ തലത്തിലാണ് ഉണ്ടാവുക, ആ തലത്തിലാണ് അറിയുക അത് അവിടുത്തെ ആക്റ്റീവ് ഓർഗൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഓരോന്നിന്റെയും പ്രകടമായിട്ടുള്ള വെളിയിൽ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാകത്തിലുള്ള അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഓരോ സത്തയും ധർമ്മങ്ങൾ നടപ്പിലാക്കുന്നത്. അപ്പോ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? വ്യവസ്ഥാതലങ്ങൾക്ക് ഒരു ധർമ്മവും നടപ്പിലാക്കാനുള്ള ഒരു ആസൂത്രണ നിർവഹണ സംവിധാനം ഉണ്ടായിരിക്കും. ആസൂത്രണം ചെയ്യണം, അത് പ്ലാൻ ചെയ്യണം, നിർവഹിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരിക്കും. ഈ ആസൂത്രണ നിർവഹണം അഥവാ കർമ്മം ശരീര അംഗങ്ങളെ വിന്യസിച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത്. ശരീര അവയവങ്ങളെ അതിന് പാകത്തിൽ വിന്യസിക്കുകയാണ് ചെയ്യുക. അപ്പോ ആദ്യമായിട്ട് ധർമ്മം നടപ്പിലാക്കുക എന്നുള്ളത്, ധർമ്മം നടപ്പിലാക്കുക എന്നുള്ള ആശയത്തെ ഉൾക്കൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഘട്ടം. അതാണ് മൂകം എന്ന് പറയുന്നത്. ഈ വിത്ത് ഉണ്ടല്ലോ, വിത്ത്, ഒരു വിത്തിൽ എങ്ങനെയാണ് ഒരു ചെടി ഉണ്ടായിരിക്കുന്നത്? അത് മൂർഖമാണ്, മ്യൂട്ടാണ്. അതിനകത്ത് അതിന്റെ കർമ്മം എന്ന് പറയുന്നത് മ്യൂട്ടായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ പരിസരത്തോട് അഭിമുഖമായിരിക്കുന്ന ഒരവസ്ഥയാണ്, ഓപ്പൺ ചെയ്തിരിക്കുന്നു. മൂകം എന്ന് പറയുന്നത് എല്ലാം ക്ലോസ് ചെയ്തിരിക്കുന്നതിന് പകരം പരിസരത്തോട്, യാഥാർത്ഥ്യത്തോട്, എന്താണോ സിറ്റുവേഷൻ അതിനോട് അതിനെ ഫേസ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ സഹവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം, കോറിലേഷൻ എന്നുള്ളത്. ഓക്കെ, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സഹകരിക്കലാണ്. ആ പരിസരത്തെ ആക്ടിവിറ്റി ഉണ്ടല്ലോ അതിനോട്, അതിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കലാണ് സഹകരണം എന്ന് പറയുന്നത്, കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. അതിനടുത്തത് പാരസ്പര്യം എന്ന് വെച്ചാൽ മ്യൂച്വൽ ആകുന്ന ഒരവസ്ഥ, കൊടുത്തും വാങ്ങിയും ഇരിക്കുന്ന ഒരവസ്ഥ. ജൈവ സംവിധാനങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ്? കൊടുത്തും വാങ്ങിയുമാണ് ഇരിക്കുക. ഈ സിംബയോസിസ് എന്നുള്ള പ്രോസസ് നടപ്പിലാകുന്ന സമയത്ത് അടുത്ത സംവിധാനമാണ് പരിസരത്തിന് ഭൗതിക മാറ്റം വരുത്തുക. ഈ കൊടുത്തു വാങ്ങുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പരിസരത്തെ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് നീങ്ങുന്നത്. അതുവരെ പരിസരത്തോട് ചേർന്ന് പോകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിൽ എത്തുമ്പോൾ അത് പരിസരത്തിന് മാറ്റം വരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അപ്പൊ മനസ്സ് ഒരു കാര്യത്തെ ചെയ്യുന്നത് കർമ്മങ്ങൾ വഴിയാണ്, കർമ്മങ്ങൾ ചെയ്യുന്നത് അംഗങ്ങൾ വഴിയാണ്, അംഗങ്ങൾ
ഈ 5 രൂപത്തിൽ മ്യൂട്ട്, കോറിലേറ്റ്, കോപ്പറേറ്റ്, ഇന്ററാക്ട് ആൻഡ് എമിറ്റ് എന്ന് പറയുന്ന 5 അവസ്ഥകളിലൂടെയാണ് അത് നടപ്പിലാക്കുന്നത്. മ്യൂട്ട്, കോറിലേറ്റ്, കോപ്പറേറ്റ്, ഇന്ററാക്ട് ആൻഡ് എമിറ്റ്. എമിറ്റ് എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊടുക്കലേ ഉള്ളൂ, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കലില്ല. അത് പരിസരത്തിൽ മാറ്റം ഉണ്ടാക്കുക എന്നുള്ളൊരു പ്രോസസ്സാണ് നടത്തുക. അപ്പോ അങ്ങനെ നടത്തി കഴിയുമ്പോൾ നടത്തി ആ പണി അങ്ങ് ചെയ്ത് കഴിഞ്ഞു എന്നിരിക്കട്ടെ. പിന്നെ ഈ അവയവങ്ങൾക്ക്, ഈ അംഗങ്ങൾക്ക് പിന്നെന്താണ് പണി? പിന്നെ ഒന്നും ചെയ്യാനില്ല. അത് പിന്നെ തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ടത്. ഈ പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയാണ്. ഞാൻ ഇപ്പൊ ഈ മറ്റേ കുരകൻ തേങ്ങയ്ക്കകത്ത് കിടക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഈ കരിക്കുണ്ടല്ലോ, കരിക്കിന്റെ അകത്ത് ഒരു ഹോൾ ഇട്ടിട്ട് അതിനകത്ത് ശർക്കര ഇട്ട് വയ്ക്കും അത്ര കർഷകർ. തേങ്ങ ശർക്കര എടുക്കാനായിട്ട് കുരങ്ങൻ അതിനകത്തേക്ക് കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ കൈ വിടൂല. ആ ശർക്കര കൈ കിട്ടിയാൽ പിന്നെ ശർക്കര വിടൂല. അപ്പൊ പിന്നെ തേങ്ങ ഊരി വരില്ല. അങ്ങനെയാണ് ഈ കർഷകര് കുരങ്ങനെ പിടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മളും പലപ്പോഴും പല കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിനകത്തേക്ക് കയറി ഒട്ടും, അവിടെ കയറി കുരുങ്ങും. അതാണ് ഈ പരിസര ബാന്ധവം എന്ന് പറയുന്നത്. പരിസരത്തോടൊരു ബാന്ധവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നത്തെ പ്രശ്നം എന്താ? അവിടെ നിന്ന് ഊരി വരാൻ പറ്റില്ല. നമ്മളിപ്പോ ഒരു പാത്രത്തില് പെയിന്റ് കലക്കുകയാണെന്നിരിക്കട്ടെ, നമ്മുടെ പണിയുടെ ഭാഗമായിട്ട് പെയിന്റ് കലക്കി, പെയിന്റ് കലർത്തി ഇതെല്ലാം കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞു, കയ്യിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് പണി മുഴുവൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? കൈ മുഴുവൻ കഴുകി വൃത്തിയാക്കണം. കൈ കഴുകി വൃത്തിയാക്കാതെ പണി കഴിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. ഇതുപോലെ പരിസര ബാന്ധവം ഉണ്ടാകാത്ത അംഗങ്ങൾ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. പരിസര ബാന്ധവം വന്നവ പുതിയ ധർമ്മങ്ങളെ നടപ്പിലാക്കാനായിട്ട്. ഈ പുതിയ ധർമ്മങ്ങളെ എന്താ? ഇത് കഴുകി വൃത്തിയാക്കുക, വീണ്ടും ക്ലീൻ ആക്കി എടുക്കുക, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇതെല്ലാം ചെയ്യാനായിട്ട് വീണ്ടും കർമ്മങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോ മനസ്സിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ തരത്തിലാണ്. നമ്മൾ ബോധത്തിന്റെ ഒരു തലത്തിൽ നിന്ന് നമ്മൾ മനസ്സിനെ കണ്ടതുപോലെയല്ല ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. ഇത് നമ്മള് ഒരു പ്രവൃത്തി നടക്കണം എന്നുണ്ടെങ്കിൽ നടക്കണം എന്നുള്ള ആ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവണം. നടക്കാനുള്ള ഒരു സജ്ജീകരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആ സജ്ജീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ മൂകം എന്നുള്ളൊരവസ്ഥ, മ്യൂട്ട് എന്ന് പറയുന്ന ഒരവസ്ഥ. അതിനുശേഷം അതിനെ കാണണം, എന്താണ് ചെയ്യേണ്ടത്, അതിനെ അഭിമുഖമാകണം. അഭിമുഖമായതിനെ പിന്നെ അതുമായിട്ട് ചേർന്ന് പോകണം. ഒരു സ്ക്രൂ മുറുക്കാനാണെന്ന് വെച്ചാൽ ആ സ്ക്രൂവിന്റെ വെട്ടെവിടെയാണ്, അതിന് പാകത്തിലുള്ള സ്ക്രൂ ഡ്രൈവർ എന്താണ് എന്നത് നിരൂപിച്ചെടുക്കേണ്ടതുണ്ട്. അത് കയ്യിൽ കൊണ്ടുവരേണ്ടത്, അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇടുന്നു. അതിനുശേഷം അതും ഇതുമായിട്ട് കണക്ട് ചെയ്ത് പാരസ്പര്യത്തിലാകുന്നു. പാരസ്പര്യത്തിലാക്കി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ? അതിനെ ചെയ്ത് അതിൽ മാറ്റം വരുത്തിയിട്ട് നമ്മൾ അതിൽ നിന്നും പിന്മാറുക എന്നുള്ളതാണ്. നമ്മൾ വിഡ്രോ ചെയ്യണം. ആ വിഡ്രോ ചെയ്യുക എന്നുള്ള ഒരു പരിപാടി ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ആ വിഡ്രോ ചെയ്യുന്നത് വരെയുള്ളതിന്റെ ഇടയിൽ ആദ്യം ആശയം വന്നു, പിന്നെ ആഭിമുഖ്യം വന്നു, പിന്നെ സജ്ജീകരണം അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കം വന്നു, അതിനെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി, പിന്നെ കൈകാര്യം ചെയ്തതിന് മാറ്റം വരുത്തിയിട്ട് പിന്നെ പുറകോട്ടും. ഇത്രയും പ്രോസസ്സ് നടക്കേണ്ടതുണ്ട് മനസ്സിന്റെ ഒരു എക്സിക്യൂഷൻ എന്നുള്ളത്. വോളണ്ടറി ആക്ഷൻ ആണെങ്കിലും ഇൻവോളണ്ടറി ആക്ഷൻ ആണെങ്കിലും ഒക്കെ ഈ ഒരു പ്രോസസ്സ് നടക്കേണ്ടതുണ്ട്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ പോയി കുരുങ്ങിയാൽ പിന്നെ തിരിച്ചു വരാൻ നടക്കില്ല. അപ്പൊ പോയി കുരുങ്ങാതെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു മനോപ്രവർത്തനത്തിന് മാത്രമേ ശരിയായ മനോശുദ്ധിയും കർമ്മശുദ്ധിയും തുടർന്നു കൊണ്ടുപോകാൻ കഴിയുള്ളൂ. നമ്മുടെ മനസ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചെന്നിടത്ത് കുരുങ്ങുക എന്നുള്ളതാണ്. എവിടെ ചെല്ലുന്നിടത്ത് കുരുങ്ങും. എന്തിൽ തൊട്ടതിന്റെ പാട് നമുക്കുണ്ടാവും. അതിന്റെ നമ്മൾ തൊട്ടതിന് ശേഷം തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ വന്നിരുന്നിട്ട് മണപ്പിച്ചുകൊണ്ടിരുന്നത് അതിന്റെ ഗന്ധം പോയില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതാണ് നമ്മുടെ സ്വഭാവം. നമ്മൾ ആ സാധനത്തെ ഉപേക്ഷിക്കില്ല. ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മത്തെ ഉപേക്ഷിക്കില്ല. കർമ്മത്തിൽ നിന്നും നമ്മൾ പുതിയ ബാധ്യത ഉണ്ടാക്കിയെടുക്കും. ആരെങ്കിലും നമ്മുടെ മുന്നിൽ നിന്ന് ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമുക്കത് കണ്ടിരുന്നാൽ പോരാ. നമ്മളും ഈ മൂകം എന്നുള്ള അവസ്ഥ വിട്ടിട്ട് അഭിമുഖമാകുന്ന അവസ്ഥ വിട്ടിട്ട് പോയി അതിൽ പോയി കുരുങ്ങി, അതിൽ പോയി ഒരു മാറ്റം വരുത്തി, അതിൽ പോയി കുരുങ്ങി, പിന്നെ അതിൽ നിന്ന് തലയെടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കിയാലും അത് വിടില്ല. നമ്മൾ വിട്ടാലും അത് വിടില്ല. അതിന്റെ പുറകെ പോകേണ്ടി വരും. അതാണ് കർമ്മബാധ്യത എന്ന് പറയുന്നത്. വീണ്ടും അതിനകത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ മനസ്സിന്റെ ഒരു പ്രധാന വൃത്തികെട്ട സ്വഭാവമാണ് ഈ കർമ്മബാധ്യതകൾ ഉണ്ടാക്കുന്നത്. കണ്ടതിലെല്ലാം പോയി ഇടപെടും. ആ ഇടപെടുന്നതിലെല്ലാം കയറി കുരുക്കുണ്ടാക്കിയിട്ട് വരികയും ചെയ്യും. പരിസര ബാന്ധവം ഉണ്ടാക്കി വയ്ക്കും. പരിസര ബാന്ധവം ഉണ്ടാക്കാതെ തിരികെ വരാൻ നമുക്ക് കഴിയുമ്പോഴാണ് ധർമ്മപൂരണം സംഭവിക്കുക.
അപ്പോൾ ധർമ്മപൂരണത്തിന് വേണ്ടിയാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ പല ഘട്ടങ്ങളിലൂടെയാണ്. ഈ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് അതിൽ ഒട്ടലില്ലാതെ തിരികെ വരുമ്പോഴാണ് ധർമ്മപൂരണം സംഭവിക്കുക. അല്ലെങ്കിൽ ധർമ്മപൂരണത്തിന് പകരം അത് കർമ്മത്തിന്റെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കും. ഈ ധർമ്മപൂരണത്തെ തന്നെയാണ് ബാധ്യതകളില്ലാതെ പരിസര ബാന്ധവമില്ലാതെ ധർമ്മപൂരണം സംഭവിച്ച് പൂർത്തീകരിക്കുന്നതിനെയാണ് നമ്മൾ മോക്ഷം എന്ന് പറയുന്നത്. മനസ്സ് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച മോക്ഷത്തിലേക്ക് തന്നെയാണ് നമ്മൾ എത്തുന്നത്. ഈ ഒരു ബോധ്യത്തിൽ ആയിരിക്കാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.